മുത്തുമണീസ് രാവിലെ തന്നെ അമ്മയുടെ കൂടെ ദേ പൊന്നൂസും ഇങ്ങ് കാറിൻ്റെ വീട്ടിൽ വന്നു. ഞാനും മോനുക്കുട്ടനും ദേ ഇപ്പോഴും ഒരുങ്ങി വന്നതേ ഉള്ളൂ. വീട്ടിൽ തകൃതിയായിട്ട് പണി നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സിമെൻറ്റിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ദേ കടയുടെ ഫ്രണ്ടിൽ നിന്ന് പൊന്നൂസിനെ ഒരുക്കി. അപ്പോഴത്തേക്കും ദേ അണ്ണൻ വന്നു. പിന്നെ ഞങ്ങൾ നേരെ ആദിക്കാട്ട് കുളങ്ങര ഈ പത്തനാപുരത്ത് പണ്ട് തൊട്ട് എൻ്റെ കൊച്ചുനാൾ മുതലുള്ളൊരു കടയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഉഴുന്നട കിട്ടും ഇവിടെ. അങ്ങനെ ദേ അവിടുന്ന് ഉഴുന്നവടയും മോദകമൊക്കെ വാങ്ങിച്ച് അതും കഴിച്ച് നേരെ ആദിക്കാട്ടുളങ്ങര എത്തി. ചെറിയൊരു നേർച്ച ഉണ്ടായിരുന്നു അക്കാടെ വീട്ടിൽ. അവിടെ ചെന്നപ്പോൾ ദേ നമ്മുടെ പാല് കാച്ചിന് കാറ്ററിങ്ങിന് ഇന്ന ചേച്ചിമാരാണ് എന്നെ കണ്ടിട്ടോടി വന്ന് മുത്തുമണി എന്നും പറഞ്ഞോണ്ടേ. സത്യം പറഞ്ഞാൽ ഇവിടെ വെള്ളച്ചോറാണ് എല്ലാ പരിപാടിക്കും. ആദിക്കാട്ടുളങ്ങരയിലേക്ക് വരുന്നെന്ന് പറയുമ്പോഴേ അണ്ണൻ പറയും, ഷോ ഇവിടെ വെള്ളച്ചോറ്, അവർക്ക് എന്താ ബിരിയാണി വെച്ചാലേ. പക്ഷേ ഈ ഒരു ചോറിൻ്റെ ടേസ്റ്റ് അണ്ണനെ പറഞ്ഞാൽ മനസ്സിലാവും. കുറേ കറികളും അതുപോലെ ഇവിടുത്തെ തീയലും ബീഫ് കറിയും. എൻ്റെ പൊന്നെ, ഞങ്ങളുടെ നാട്ടിൽ കുറേ ബീഫ് കറി വയ്ക്കും, ഇവിടെ ഒഴിച്ചാൽ അവിടെ ചെന്ന് വീഴും. ഈ ബീഫ് എന്ന് പറഞ്ഞാൽ തോരം പോലെ ഇരിക്കും, വരട്ടി എടുക്കുന്നതാണേ. ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുവാണ്, അത്രയ്ക്ക് അടിപൊളിയാണ്. അങ്ങനെ വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് വിളമ്പി തന്ന ചേച്ചിമാരെ ഇരുത്തിയിട്ട് ഞങ്ങൾ വിളമ്പി കൊടുത്തു കേട്ടോ. പിന്നെ മാമിമാരും അമ്മമാരും ഒക്കെ ആയിട്ട് കുറേ നേരം കൊച്ചു വർത്താനങ്ങളും കളിയും ചിരിയും ബഹളമായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി.